നടിയെ ആക്രമിച്ച സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി സിനിമാ നിരൂപകൻ പല്ലിശ്ശേരി. നടി ആക്രമിക്കപ്പെട്ട ദിവസം മുതൽ പ്രചരിക്കുന്നതാണ് മാഡത്തെക്കുറിച്ചുള്ള കഥകൾ. പല പേരുകളും ചർച്ചയാക്കി കാവ്യ മാധവൻ കേസിൽ പ്രതിയാകുമെന്നു പോലും പ്രചരണമുണ്ടായി. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒടുവിലെത്തിയത് ഇങ്ങനെയൊരു മാഡം കഥയിൽ ഇല്ലെന്നാണ്. ഇതോടെ ചർച്ചകൾ അപ്രസക്തമായി. ഇപ്പോഴും വമ്പൻ സ്രാവിനും മാഡത്തെയും കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ഇതിനിടെ പുതിയൊരു ചർച്ച തുടങ്ങിവെക്കുകയാണ് സിനിമാ മംഗളത്തിലെ പല്ലിശ്ശേരി. നടി സുജ കാർത്തികയെ ചോദ്യം ചെയ്യുമോ എന്ന തലക്കെട്ടിലാണ് പല്ലിശ്ശേരി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് പല്ലിശ്ശേരി നടത്തുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പലതും റിപ്പോർട്ട് ചെയ്തത് പല്ലിശ്ശേരിയായിരുന്നു. ഈ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പരാമർശങ്ങൾ ഏറെ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും. പല്ലിശ്ശേരിയുടെ ആരോപണങ്ങളെ സുജ കാർത്തിക നിയമപരമായി നേരിടുമെന്നാണ് സൂചന. സുജ കാർത്തിക മാത്രമല്ല, അവരുടെ വേണ്ടപ്പെട്ട സർക്കിൾ മുഴുവനും. വേണ്ട രീതിയിൽ അന്ന് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ CD എവിടെയുണ്ടെന്നറിയുമായിരുന്നു. ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സുജ കാർത്തികയിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ ലഭിച്ചിരിക്കാം. വളരെ രഹസ്യമായി ഇക്കാര്യം സൂക്ഷിക്കുന്നതാകാനും മതി. പലരും ഇക്കാര്യം മുൻപ് തന്നോട് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും താൻ എഴുതിയിരുന്നില്ല. എന്നാൽ വിശ്വസിക്കാൻ തക്ക തെളിവുകളാണ് ഇക്കാര്യത്തിൽ പിന്നീട് ലഭിച്ചത്. അതുകൊണ്ട് പുതുതായി വന്ന സൂചനകൾ തള്ളിക്കളയാൻ തോന്നിയില്ല. സത്യം കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഇങ്ങനെയാണ് സുജ കാർത്തികയ്ക്കെതിരായ വാർത്ത പല്ലിശ്ശേരി നൽകുന്നത്. എന്നാൽ ഇതൊക്കെ വ്യാജ പ്രചരണമാണെന്നും ദിലീപിനെ വീണ്ടും കൊടുക്കാനുള്ള കഥ മെനയുകയാണ് ഇത്തരം വാർത്ത എഴുതുന്നവർ ചെയ്യുന്നതെന്നും ദിലീപ് അനുകൂലികളും പറയുന്നു. ഇവയെ നിയമപരമായി നേരിടുമെന്നാണ് അവരുടെ നിലപാട്. 2002 പുറത്തിറങ്ങിയ മലയാളി മാമിന് വണക്കം എന്ന ചിത്രത്തിലൂടെയാണ് സുജ കാർത്തിക സിനിമകളിലേക്ക് കടന്നു വന്നത്. കാവ്യ മാധവന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സുജ. 2010 ജനുവരി 31 സുജ കാർത്തിക വിവാഹിതയായി. മർച്ചന്റ് നേവിയിൽ എഞ്ചിനീയറായ രാകേഷ് കൃഷ്ണനാണ് സുജയെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഇതോടെ അഭിനയത്തിൽ നിന്നും അകന്നു. അപ്പോഴും കാവ്യയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ പ്രധാനിയാവുകയും ചെയ്തു. ദിലീപ് ജയിലിലായപ്പോഴും മറ്റും കാവ്യയ്ക്ക് താങ്ങും തണലുമായി നിന്നതും സുജയാണ്. ഈ ബന്ധമാണ് സുജയിലേക്ക് സംശയങ്ങൾ ഉന്നയിക്കുന്ന തരത്തിൽ പല്ലിശ്ശേരി വാർത്തകൾ ഉയർത്തുന്നത്. ഇതിലൂടെ കഥയിലെ മാഡം ആരെന്ന ചർച്ചകളാണ് പല്ലിശ്ശേരി സജീവമാക്കുന്നതും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.